നിങ്ങൾ ഈ നാട്ടിലുള്ള മനുഷ്യ കുട്ടികളെല്ലാം ഒന്ന് നോക്കൂ, ഐറ്റകളെല്ലാം ചിരിക്കുന്ന കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഐറ്റയുടെ മുഖത്ത് നിന്ന് ചിരി അപ്രത്യക്ഷമായിപ്പോയി. ബാപ്പയോടും ഉമ്മയോടും ചിരിക്കാത്ത കുറേ മനുഷ്യ കുട്ടികളെ ഞാൻ കാണിച്ചു തരാം. എൻ്റെ വീട്ടിലുണ്ട് പറയണം അങ്ങനെ ചിരിക്കാത്ത. ഞാൻ നോക്കുമ്പോൾ നിങ്ങൾ അത് ചർച്ച ചെയ്യപ്പെടാത്തതുകൊണ്ടാണ്. ഞാൻ എൻ്റെ ഒരു മരുവോളുണ്ട്, ഓള് ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പേ നോക്കുമ്പോൾ ഓള് ചിരിക്കൂല, ആരോടും ചിരിക്കൂല. ഓൾ അച്ഛനോടും ചിരിക്കൂല, ഓൾ അമ്മയോടും ചിരിക്കും. പക്ഷെ ഓളെ ഡ്രസ്സ് അലക്കുന്നതും ഇസ്തിരി ഇട്ട് കൊടുക്കുന്നതും പൈസ കൊടുക്കുന്നതെല്ലാം ഓൾ അച്ഛനും അമ്മയാണ്, പക്ഷെ ചിരിക്കൂല. ഞാനും അത് ശ്രദ്ധിച്ച് ഇപ്പം അടുത്ത ഞാൻ എൻ്റെ ഭാര്യയോട് പൊങ്ങളോട് ചോദിച്ചല്ല, പൊങ്ങൾ എവിടെ ചിരിക്കൂലേ? അവള് പൊങ്ങൾ പറഞ്ഞ് കാരണം അതേ സ്വഭാവം അവൾക്ക്, അങ്ങനെ ചിരിക്കൂല. ഞാൻ ചോദിച്ചാൽ നിങ്ങൾ ഇനിയല്ലേ ഇതിന് തിന്നാൻ കൊടുക്കുന്നത്, ഇനിയല്ലേ പഠിക്കാൻ പൈസ കൊടുക്കുന്നത്, ഇനിയല്ലേ ഇതിൻ്റെ ഡ്രസ്സ് അലക്കി കൊടുക്കുന്നത്, എന്താ ഇതിന് ചിരിച്ചാലെന്ന് ചോദിച്ചപ്പോൾ എന്താണെന്ന് അറിയില്ല, കാരണം അതേ ഒരു ഇത്. അമ്മയും ഓളെ പക്ഷത്താണ്. ഞാൻ എൻ്റെ മരോട് ചെല്ലാവരോട് എനിക്ക് ചിരിക്കരുതോ? അവൾ പറയും ചിരിയും വരണ്ടേ. ഞാൻ ചോദിച്ചു ഇനി ബാക്കി എല്ലാവരോടും ചിരിക്കുന്നുണ്ടല്ലോ. അവൾ പറയും ഞാൻ ആരോടും ചിരിക്കൂല, ഞാൻ ഇങ്ങനെ തന്നെയാണ്. ഞാൻ പറയും ഇനി വേറെ ആരോടെങ്കിലും ചിരിക്കുന്ന കണ്ട ഇതിൻ്റെ അന്ത്യം എൻ്റെ കൈകൊണ്ടിരിക്കും. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അന്ന് വിരിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞപ്പോൾ വടകര ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലുള്ള ഒരു പോലീസിൻ്റെ ഒരു കൂടുണ്ട് അതിൻ്റെ ഉള്ളിൽ. ഞാൻ അതിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ തലശ്ശേരി ബസ് നിൽക്കുന്ന സ്ഥലത്ത് നിന്നൊരു ചിരി, ഞാൻ ഈ ചിരി എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ ആ കൂടിൻ്റെ ഉള്ളിൽ കൂടി നോക്കുമ്പോൾ നമ്മളെ കാരണോറ് ബസ്സിലിറങ്ങി എൻ്റെ മരുവൾ ആരോടെല്ലോ ചിരിക്കുന്നു, കൈമുട്ടുന്നു, ഹോയ് ഹോയ് എന്ന് ബഹളം ഉണ്ടാക്കുന്നു. എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല. എൻ്റെ പെങ്ങളോട് ചിരിക്കാത്ത, എൻ്റെ അളിയനോട് ചിരിക്കാത്ത ഈ പെൺകുട്ടിക്ക് എങ്ങനെയാണ് എല്ലാവരോടും ചിരിക്കാൻ കഴിയുന്നത്? അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ രണ്ടാമത് എന്തോ ഒരു സ്വഭാവം ഇല്ലേ? ഞാനൊന്നങ്ങ് കൊടുത്ത് ഒന്ന് നോക്കാണ്ട് വണ്ടി പിടിച്ചിട്ടിട്ട് പറഞ്ഞു എൻ്റെ പഠിപ്പ് ഇവിടെ അവസാനിച്ചു, ഇനി സ്കൂളും പോണ്ട എവിടെയും പോണ്ട. ഓള് കാറിനുള്ളിൽ ബഹളപ്പാടുണ്ടാകും. ഞാൻ പിടിച്ച് വീടിൻ്റെ ഉള്ളിൽ കൊണ്ടിട്ടപ്പോൾ ഓള് പറഞ്ഞു ഞാനിപ്പം മരിക്കും. ഞാൻ വേഗം മരിച്ചോ, 41 നമുക്ക് എല്ലാവർക്കും ബിരിയാണി കൊടുക്കാം. ഞാനൊന്നും തിന്നൂല. ഞാൻ പറഞ്ഞു ഇനി ഒന്നും തിന്നണ്ട, ഞാൻ ഇവിടെ ഒരാഴ്ച ഉണ്ട്, എല്ലാം ഞാൻ തിന്നും. അങ്ങനെ ഇവിടെ ചോദ്യങ്ങൾക്കെല്ലാം മറുചോദ്യം പറഞ്ഞ് ഒരു 10 ദിവസം അവൾ വാശി പിടിച്ച് വീട്ടിൻ്റെ ഉള്ളിൽ പൂട്ടിയിട്ട് 10 ദിവസം കഴിഞ്ഞപ്പോൾ ശരിക്കുള്ള വിശപ്പിങ് തുടങ്ങിയപ്പോൾ അവൾ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു മാമ ഞാൻ ചിരിക്കും. ഞാൻ എനിക്ക് വേണ്ടി ചിരിക്കണ്ട, ഞാൻ നല്ലോണം ചിരിക്കും. ഞാൻ ചിരിക്കുകയേ വേണ്ടെങ്കിൽ. അങ്ങനെ എനിക്ക് ആ ഒരു വർത്തമാനത്തിന് എനിക്ക് വല്ലാതെ സഹതാ വന്നത്. കാരണം ഒരു കുട്ടി വീണ്ടും പറയാം ഞാൻ ചിരിക്കുന്നു. എന്നാൽ ഞാൻ പറഞ്ഞു എൻ്റെ അച്ഛനോട് ചിരിക്ക്, അവൾ എന്നൊരു ചിരി അംഗീകരിച്ച്. അമ്മയോട് ചിരിക്ക്, ഞാൻ പറഞ്ഞു മതി, ഇന്ന് തൊട്ട് ഇത് കേട്ടാൽ മതി, ഇനി ചിരിക്കുമെന്ന് പറഞ്ഞാൽ മാത്രം മതി, ഞാൻ ഇഷ്ടംപോലെ നടന്നോളി എന്ന് പറഞ്ഞു. അങ്ങനെ കാലം കുറേ കഴിഞ്ഞു. ഓളിപ്പം മസ്കത്തിലാണ് ജീവിക്കുന്നത്. അവൾക്ക് 2 ആൺകുട്ടികളാണ്, അന്താമ്പെട്ട 2 എണ്ണം ഉണ്ട്. ഇപ്പം നാട്ടിലുണ്ട് വന്നിന്. കഴിഞ്ഞ ദിവസം ഞാൻ ഓള് വന്ന വിവരം അറിഞ്ഞിട്ട് നമ്മളൊന്ന് ചെന്ന് നോക്കണ്ടേ, ഉണക്ക് മുന്തിരിയാറ്റം കൊണ്ടുവന്നിക്കണ്ട, കുറച്ചെല്ലാം തരുമല്ലോ, അതിനല്ലേ നമ്മൾ പോകുന്നത്. അങ്ങനെ ഞാൻ ഓളെ വീട്ടിലേക്ക് ഇത് മുന്തിരിയാറ്റം കൊണ്ടുവന്നിട്ടുണ്ടോ നോക്കി ചെന്ന് നോക്കുമ്പോൾ ബെല്ലടിച്ചിട്ട് വാതിൽ തുറക്കുന്നില്ല. ഞാൻ വീണ്ടും ബെല്ലടിച്ചിട്ട് വാതിൽ തുറക്കാത്തപ്പോൾ മെല്ലെ കയറിയിട്ട് വാതിലൊന്ന് മുട്ടി നോക്കി. എന്നിട്ട് ഒച്ചയൊന്നും കേൾക്കാത്തപ്പോൾ ചാരി വെച്ച വാതിൽ തുറക്കുമ്പോൾ ഞാൻ കണ്ട കാഴ്ച എന്താണെന്ന് അറിയങ്ങൾ. ഞാൻ പറഞ്ഞിട്ട് 10 കൊല്ലമായിട്ടേ ഉള്ളൂ ഏകദേശം. ആ 10 കൊല്ലത്തിന് ഇപ്പുറം ഇവക്ക് 2 കുട്ടികളുണ്ട്. ഞാൻ ആ വീട്ടിൻ്റെ ഉള്ളിൽ റൂമിലേക്ക് നോക്കുമ്പോൾ ഈ 2 ആൺകുട്ടികളെ മുന്നിലിരുത്തിയിട്ട് ഇവള് ചോദിക്കുക ആന്താടാ എനിക്ക് ചിരിച്ചാൽ എൻ്റെ പല്ല് കൊഴിഞ്ഞു പോവോ, ചിരിക്കടാ എന്ന് പറഞ്ഞ് വടിയെടുത്ത് ഈ 2 ആൺകുട്ടികളും തക്കുന്ന എൻ്റെ മരുവളെ ഞാൻ കണ്ടിട്ടുണ്ട്. എങ്കിൽ ചിരി എത്രത്തോളം ജീവിതത്തിൽ ആവശ്യമാണെന്ന് അവൾക്ക് ബോധ്യമായത് അവൾക്ക് 2 കുട്ടികളുണ്ടായപ്പോഴാണ്. ആ ചിരി നമുക്ക് കിട്ടിയിരിക്കണം, അത് നിർബന്ധമാണ്. ഒരു സക്കാത്ത് പോലെ, ഒരു പുണ്യം പോലെ പരസ്പരം മനുഷ്യർ ചിരിക്കുന്ന ഒരു സമുദായമായി നമുക്ക് മാറണം. അതിനാദ്യം ഈ ചിരി തുടങ്ങേണ്ടത് ഇന്ത്യയിൽ നിന്നല്ല. നിങ്ങൾ ഇന്ത്യ ഒന്നും നന്നാക്കാൻ തൽക്കാലത്തേക്ക് നിങ്ങൾ നിൽക്കണ്ട, അതിനെല്ലാം ഇവിടെ വേറെ ആളുണ്ട്. കേരളം നന്നാക്കാൻ നിങ്ങൾ നിൽക്കുകയോ വേണ്ട, അതിനെല്ലാം വേറെ ആളുണ്ട്. നിങ്ങൾ ഈ ചൊക്ലിയും നന്നാക്കാൻ നിൽക്കണ്ട, കൂടത്തിൽ താഴെയും ഇവിടെ നന്നാക്കണ്ട. നിങ്ങൾ നന്നാക്കേണ്ടുന്നൊരു സ്ഥലമുണ്ട്. റെഡിയത് സ്വന്തം വീട് സുരക്ഷിതമാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ മാത്രമേ, തിരിഞ്ഞു നോക്കുമ്പോൾ മാത്രമേ ഈ ഒരു മിലാദ് പ്രോഗ്രാമും നിങ്ങളുടെ ജീവിതവും എല്ലാം സന്തോഷകരമാവുള്ളൂ. ഈ കസേരയിൽ നിങ്ങൾ ആത്മാഭിമാന ബോധത്തോടു കൂടി ഇരിക്കുന്ന എങ്ങനെയാണെന്നറിയോ? സ്വന്തം വീട്ടിലുള്ള സപ്പോർട്ടുണ്ടാ. ശരിയാണോ? ആ വീട് സുരക്ഷിതമാണെന്ന് ഉറപ്പിക്കണം. എനിക്ക് ആദ്യമേ നിങ്ങളോട് പറയാനുള്ളത് ഇത് തന്നെയാണ്. ലഹരിക്കെതിരെയുള്ള പോരാട്ടം വീടുകളിൽ നിന്ന് തുടങ്ങണം.
ഇന്ത്യയിൽ നിന്നല്ല തുടങ്ങേണ്ടത്. അതെല്ലാം തുടങ്ങിക്കോട്ടെ ആരെങ്കിലും. ഓരോ പൗരനും നന്നായാൽ, ഓരോ കുടുംബവും നന്നായാൽ ഈ നാട് ഓട്ടോമാറ്റിക്കായിട്ട് നന്നാവും. പക്ഷെ നിങ്ങൾക്ക് സമാധാനത്തോടു കൂടി നിങ്ങളിപ്പം ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ, അതെല്ലാം വെറും കൃത്രിമത്വമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് വിശ്വസിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കത് ബോധ്യമാവണമെങ്കിൽ നിങ്ങൾ പേപ്പർ വായിക്കണം. നിങ്ങൾ പേപ്പർ വായിക്കലുണ്ടോ? ഉണ്ടോ? പേപ്പർ കണ്ടിട്ടുണ്ടോ? ഒന്നും കണ്ടിട്ടില്ല. നിങ്ങൾ മിണ്ടൊന്നുമില്ല. നിങ്ങളിങ്ങനെ ഭീകരനെ നോക്കുന്ന പോലെ നിന്നോളി. നിങ്ങളെ മുഖം കണ്ടാൽ എന്താ അർത്ഥം? ഞാൻ കഞ്ചാവാറ്റം വിൽക്കുമെന്ന പോലെ ഉണ്ട് നിങ്ങളെ കളി കാണുമ്പോൾ. അവിടെയാണ് വിഷയം. മനുഷ്യന്മാരോട് നോക്കുമ്പോൾ കുറച്ചും കൂടി മയത്തിൽ നോക്കണ്ടേ? ഞാൻ കുറേ പഠിച്ചിട്ടാണ് വന്നത്, എല്ലാം മറന്നുപോയി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? കുറച്ചും കൂടി മയത്തിൽ എന്നെ നോക്കണം. ഞാൻ ചോദിക്കുന്നതിനെല്ലാം കൃത്യമായി ഉത്തരം പറഞ്ഞാൽ മാത്രം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. ഇത് അപ്പം ഞാൻ ചോദിച്ചതാണ്, നിങ്ങളെ വീട് സുരക്ഷിതമാണോ എന്ന് ചോദിച്ചാൽ യെസ് പറയുമോ നോ പറയുമോ? നിങ്ങളൊന്നും പറയില്ല. നിങ്ങൾക്കൊരു വീടുണ്ട്, അറിയാലോ. യെസ്. ആ വീട്ടിൽ എന്തിനാ നടക്കുന്നതെന്ന് നിങ്ങൾ അറിയണമെങ്കിൽ ഇന്ന് പേപ്പർ വായിക്കണം. അതാ എൻ്റെ വാദം. ആ വീട്ടിൻ്റെ മുമ്പിൽ രാവിലെ വീഴുന്ന പേപ്പർ, ആ പേപ്പർ കണ്ടില്ല നിങ്ങൾ? ഇങ്ങനെ എടുത്താൽ അതിങ്ങനെ നീരും, ഇങ്ങനെ നീരും, എങ്ങനെ വേണമെങ്കിലും നീരും. അതിൻ്റെ പ്രത്യേകത എങ്ങനെ എപ്പം വേണമെങ്കിലും വായിക്കാം നിങ്ങൾക്ക്. അതിൽ വരുന്ന കറുത്ത അക്ഷരങ്ങളുണ്ടല്ലോ, അത് ഈ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണ്. ഈ സംഭവങ്ങളെക്കുറിച്ച് ജാഗ്രത വേണം നിങ്ങൾക്ക് എപ്പോഴും. ആ സംഭവങ്ങളെ വീട്ടിലേക്ക് എപ്പോഴാണ് കടന്നു വരുന്നതെന്നുള്ള ആശങ്ക നിങ്ങളെ മനസ്സിലുണ്ട് എങ്കിൽ നിങ്ങൾക്കിവിടെ ജീവിക്കാൻ യോഗ്യത ഉണ്ടെന്ന് ഞാൻ പറയും. അപ്പം നിങ്ങളൊരു ചങ്ങായി എന്തെന്നായി പറയുന്നത്? എന്താ പറയുന്നതെന്നറിയോ? ഞാൻ 20 കൊല്ലമായി പോലീസിലാണ് ജീവിക്കുന്നത്. പോലീസിൽ വരുന്നതിനേക്കാളും മുമ്പ് എനിക്ക് പോലീസ് അത്ര ഇഷ്ടമല്ലായിരുന്നു. ഞാൻ വിചാരിച്ചു നിങ്ങൾ പറയുന്ന പോലെ പോലീസൊന്നും മനുഷ്യന്മാരല്ല എന്നാണ് ഞാനും വിചാരിച്ചത്. നിങ്ങളെങ്ങനെയല്ലേ വിചാരിച്ചത്? പക്ഷെ ഞാൻ നോക്കുമ്പോൾ ഇല്ലേ, പോലീസാട്ടോ മനുഷ്യേ. ഈ കൂടത്തിൽ താഴെ ഒരു വീട്ടിലും കള്ളം കയറരുതെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവൻ ആരാന്ന് ഞങ്ങൾ വിചാരിക്കുന്നത്? പോലീസാ. നിങ്ങൾ അങ്ങോട്ടേലുള്ളവരെല്ലാം വിചാരിക്കുന്ന കാര്യക്കോട്ടെ, ആടെ കാര്യക്കോട്ടെ, ഇങ്ങോട്ട് കയറണ്ട. ഒരു വീട്ടിലും ഒളിച്ചോട്ടം നടക്കരുതെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവൻ പോലീസുകാരനാണ്. ഒരു മനുഷ്യനും ഇവിടെ ആത്മഹത്യ ചെയ്യരുതെന്ന് ഹൃദയം തൊട്ട് പ്രാർത്ഥിക്കുന്നവൻ പോലീസുകാരൻ. എന്താണെന്നറിയോ? ഈ റോഡുമ്പോൾ ഒരു ആക്സിഡന്റ് ഉണ്ടാവരുതെന്ന് വിചാരിക്കുന്നവൻ, മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നവൻ പോലീസുകാരനാണ്. എന്തുകൊണ്ടാണ്? നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടൊന്നല്ല. നിങ്ങളുടെ മക്കളെ ഒളിച്ചോടിയാൽ പോലീസുകാരന് ആ മക്കളെ പുറകെ ഓടണം കിട്ടുന്നവരെ. നിങ്ങളെ വീട്ടിൽ കള്ളം കയറിയാൽ കള്ളനെ കിട്ടുന്നവരെ പോലീസുകാരൻ ഓടണം. ആക്സിഡൻ്റ് ആയാൽ ഈ റോഡ് വൃത്തിയാവുന്നത് വരെ പോലീസുകാരൻ അവിടെ തന്നെ നിൽക്കണം. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് ഈ ലോകത്ത് സമാധാനവും ശാന്തിയും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നവനാരാ? പോലീസുകാരനാണ്. അതാണ് ഞാനും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം. ഞാൻ ദിവസവും കാണുന്നത് മുഴുവൻ ഉമ്മമാരുടെ കരച്ചിലാണ്, ബാപ്പന്മാരുടെ രോദനങ്ങൾ നമ്മൾ കാണുന്നത്. കള്ളും കഞ്ചാവും അടിച്ച് നശിച്ച മക്കളുടെ ഈ അവസാനത്തെ പടപ്പുണ്ടല്ലോ, അതൊന്നും നിങ്ങൾ കണ്ടിട്ടില്ല എന്നുള്ളതാ സത്യം. മക്കൾ നഷ്ടപ്പെട്ടവൻ്റെ വേദന നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നിങ്ങളൊന്നും കണ്ടില്ല. നിങ്ങളാകെ വീട്ടിൻ്റെ ചുമരും അതിൻ്റെ ഉള്ളിൽ കുറേ എന്തെല്ലോ ആണ് നിങ്ങൾ കണ്ടത്. കുറേ തിന്നണം, കുറേ സീരിയൽ കാണണം, കുറേ എന്തെല്ലോ ആകണമെന്ന് മാത്രമേ നിങ്ങൾ ചിന്തയുള്ളൂ. പോലീസുകാരൻ കാണുന്നത് മുഴുവൻ ദയനീയതയുടെ നേർപര്യായങ്ങളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ടെൻഷനാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ വീട് സുരക്ഷിതമാണോ എന്ന് പരിശോധിക്കണമെന്ന്. ഇന്നലത്തെ പത്രം വായിച്ചിരുന്നു നിങ്ങൾ? എടോ, നിങ്ങൾ ഇന്നലത്തെ പത്രം വായിച്ചിരുന്ന? നിങ്ങൾ വായിച്ചിരുന്ന? ഇന്നലത്തെ പത്രത്തിലൊരു വാർത്ത ഉണ്ടായിരുന്നു. 17 വയസ്സുകാരൻ ലാപ്ടോപ്പിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ബാക്കി പറഞ്ഞോ, ഓൻ്റെ മൊബൈൽ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു. CBI ഡയറക്ടറേറ്റിൽ നിന്നാണ് വിളിക്കുന്നത്. നീ ഭയങ്കര കുറ്റം ചെയ്തിരിക്കുന്നു, 38,000 റുപ്യ ഇപ്പം അടച്ചിക്കില്ല, ഇന്നെ പിടിച്ച് പൂട്ടുന്നു. ഇത് കേട്ടതും അന്തം വിട്ട പൊട്ടൻ ഒരു കയറെടുത്ത് ഫേനുമ കെട്ടിത്തൂങ്ങി മരിച്ചു കഴിഞ്ഞു. അറിയോ നിങ്ങളെ വീട്ടിലും ഇല്ലേ ലാപ്ടോപ്പ് കാണുന്ന പിള്ളന്മാർ? ഓർക്ക് ഇങ്ങനത്തെ മെസ്സേജ് വന്ന് അപ്പാടിനെ കയറെടുത്ത് കെട്ടൂല നിങ്ങളോട് ആരാ പറഞ്ഞത്? കെട്ടുപറ്റുള്ളൂ, പേടിയാണ് ഈറ്റേക്ക്. നടത്തോ ഇരിപ്പല്ലേ ഉള്ളൂ. ഇങ്ങനെ ഉള്ളു ഒരു ധൈര്യമില്ലാത്ത മനുഷ്യൻ കുട്ടികളെ ഇതൊക്കെ. അതിൻ്റെ തലേന്നത്തെ പത്രത്തിൽ ചക്കക്കൂര് വലുപ്പത്തിൽ എഴുതി വെച്ചിരുന്നു കേരളത്തിൽ നടക്കുന്ന ഇൻ്റർനെറ്റ് തട്ടിപ്പിനെ കുറിച്ച്, ഇത്തരം മെസ്സേജ് വരുന്നതിനെ കുറിച്ച്, ലോൺ അപ്ലിക്കേഷനെ കുറിച്ച് വിശദമായി ദിവസത്തെ പത്രങ്ങളിൽ സംഭവ കഥകൾ സഹിതം നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടും ഈ മക്കളെ വാർത്ത കണ്ടിട്ടില്ല എങ്കിൽ ആ മക്കൾക്ക് ആ അവസ്ഥ വരുമ്പോൾ ഇറ്റല് മരിച്ചലില്ലേ?
ആരാ ഇതിന് ഉത്തരവാദി? നിങ്ങളും ഞാനും, ഇവിടെ ഇരിക്കുന്ന എല്ലാ മനുഷ്യന്മാരും അതിന് ഉത്തരവാദിയാണ്. കുട്ടികളെ കുറ്റം പറയരുത് നിങ്ങൾ. അതിൻ്റെ തൊട്ടൊരാഴ്ച മുമ്പല്ലേ 7 വയസ്സുകാരൻ പുതപ്പിൻ്റെ ഉള്ളിൽ നിന്ന് യൂട്യൂബ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ച് മരിച്ചത്? നിങ്ങളെ വീട്ടിൽ 7 വയസ്സുള്ള കുട്ടിയില്ലേ? ഓൻ പുതപ്പിൻ്റെ ഉള്ളിൽ നിന്ന് മൊബൈൽ ഫോൺ നോക്കാറില്ലേ? ഓന് യൂട്യൂബും ഇൻസ്റ്റഗ്രാമൊന്നും ഇല്ലേ? എന്താ ഓൻ മൊബൈൽ ഫോൺ നോക്കുമ്പോൾ ഓൻ്റെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ പൊട്ടുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പോട്ടെ, 7 വയസ്സുകാരനെ വിട്ടേക്ക്. മിഞ്ഞാന്നത്തെ പേപ്പർ വായിച്ച ഞങ്ങൾ 33 വയസ്സുകാരനായ ചങ്ങായി ഇതേപോലെ പുതപ്പിൻ്റെ ഉള്ളിൽ നിന്ന് യൂട്യൂബ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ച് മരിച്ചില്ലേ? ആ രീതിയിൽ മൊബൈൽ ഫോൺ പൊട്ടിത്തെറിക്കുമെന്നുള്ളൊരു ബോധം നിങ്ങൾക്കുണ്ട് എങ്കിൽ പൊട്ടിത്തെറിക്കാതെ എങ്ങനെ മൊബൈൽ ഫോൺ ഉപയോഗിക്കണം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരുന്നില്ലേ? നിങ്ങളെ മക്കളെ പഠിപ്പിക്കേണ്ടിയിരുന്നില്ലേ? അത് പഠിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? ഇല്ല. 5 വയസ്സുള്ള പെൺകുട്ടി ആലുവയുടെ മണ്ണിൽ നിന്ന് ക്രൂരമായി പീഡിപ്പിച്ചു കൊന്നൊരു മനുഷ്യൻ്റെ കഥ നിങ്ങൾ പത്രത്തിൽ വായിച്ചില്ലേ? അതും വായിച്ചില്ല. നിങ്ങളിപ്പോൾ എന്തെല്ലാം വായിച്ചേ? ഞാൻ പറഞ്ഞ ഒരു സംഗതി നിങ്ങൾ വായിച്ചില്ല, നിങ്ങൾക്ക് ടെൻഷനില്ല. ടെൻഷൻ ഞാൻ തന്നെ അടിച്ചു മരിക്കുക. എന്നാൽ എൻ്റെ കൂടി കുറച്ചും കൂടി നിങ്ങൾക്ക് ടെൻഷൻ നിങ്ങൾക്ക് കാണും. നിങ്ങൾക്ക് ഒരു ടെൻഷനും ഇല്ല. ആ 5 വയസ്സുള്ള ആലുവയുള്ള പെൺകുട്ടി നീചമായി കൊലപ്പെടുത്തിയപ്പോൾ നിങ്ങൾക്ക് എനിക്ക് സങ്കടമായില്ലേ? നമ്മളൊക്കെ പറഞ്ഞു ഇതോടുകൂടി അവസാനിക്കണം ഈ കൊലപാതകം, ഇനിയൊരു കുട്ടിയും ഈ മണ്ണിൽ പീഡിപ്പിക്കപ്പെടരുത് നമ്മളൊക്കെ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചില്ലേ? തൊട്ടു ദിവസം 4 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഇവിടുത്തെ ഈ മലയാളിക്കരയിൽ പീഡിപ്പിച്ച് കൊന്നു കഴിഞ്ഞില്ലേ? ആലുവയുടെ മണ്ണിൽ 8 വയസ്സുള്ള കുട്ടിയുടെ ജനലിൻ്റെ ഉള്ളിൽ കൂടി എടുത്തുകൊണ്ടുപോയിട്ട് പീഡിപ്പിച്ചില്ലേ? കേരളത്തിൽ എന്താ ഇങ്ങനെ? ഈ 5 കൊല്ലത്തിനിടയിൽ 226 ബാല്യങ്ങളാണ് ഇവിടെ പീഡനത്തിൻ്റെ പേരിൽ കൊല ചെയ്യപ്പെട്ടത്. 226. നിങ്ങൾക്ക് എന്തെങ്കിലും ഞെട്ടലുണ്ടായാ? നിങ്ങൾക്ക് ഞെട്ടലുണ്ടായില്ല. പോലീസുകാരനായ എനിക്ക് ഞെട്ടലുണ്ടായി. എൻ്റെ ഞെട്ടൽ എന്താണെന്നറിയോ? എൻ്റെ വീട്ടിലും വളരുന്ന കുട്ടിയുണ്ടല്ലോ, ഈ 227ാമത്തെ കുട്ടി എൻ്റെ വീട്ടിലുണ്ടാവരുത് എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയുണ്ട് എനിക്ക്. എൻ്റെ കുട്ടി ആരാലും പീഡിപ്പിക്കപ്പെടരുത് എന്ന്, നശിപ്പിക്കപ്പെടരുത് എന്ന്, ആരുടെ കയ്യാലും ഒളിച്ചോടിപ്പോകരുത് എന്ന്, ഒരു കയറിൻ്റെ മുമ്പിൽ തൂങ്ങി മരിക്കരുത് എന്നുള്ള വിശ്വാസത്തിൽ ജീവിക്കുന്നവനാണ് ഞാൻ. കാരണം എൻ്റെ വീട്ടിലെ കുട്ടിയും ഈ രീതിയിൽ ചെയ്യുമോ എന്നുള്ള ആശങ്ക കേരളത്തിൻ്റെ മണ്ണിൽ ഇതൊക്കെ ഉണ്ട് എങ്കിൽ എൻ്റെ വീട്ടിൽ ഇതിടാകുമെന്നുള്ള ആശങ്ക എനിക്കുണ്ട്. ആ ആശങ്ക നിങ്ങൾക്കില്ലാതെ പോയി. അതുകൊണ്ട് ഇന്നു മുതൽ ഈ മനുഷ്യക്കൂട്ടങ്ങളെല്ലാം ജീവിക്കുന്നത് മലയാളിക്കരയിലാണെന്നും ഈ സംഭവങ്ങളെല്ലാം നമ്മളെ വീട്ടിലേക്ക് വരുന്നുണ്ടോ എന്ന് നിങ്ങൾ ജാഗ്രതയോടുകൂടി പരിശോധിക്കണം. കഴിഞ്ഞ ദിവസം തൊട്ടിൽപ്പാലത്ത് ലഹരിക്കെതിരെ എല്ലാ രാഷ്ട്രീയക്കാരും കൂടി ചേർന്നിട്ടുള്ളൊരു ഒരു പരിപാടി ഉണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ അതിൽ ഞാനും പോയിനി. ആ പരിപാടി നടന്ന സ്ഥലം എവിടെയാണെന്നറിയോ? കുണ്ടുതോട് എന്ന് പറയുന്ന സ്ഥലത്തൊരു വീട്ടിൻ്റെ പറമ്പിൻ്റെ കരയില്ല. അന്ന് രാവിലെയാണ് ആ കുണ്ടുതോടിൽ നടന്ന സംഭവം. മഹാനായ ഒരു മനുഷ്യൻ്റെ മകൻ്റെ വീട്ടിലേക്ക് പോലീസ് ഇരച്ചു വരിക. എന്തിനാ പോലീസ് വന്നത്? ആ മനുഷ്യൻ്റെ മകൻ അവൻ്റെ കൂടെ പഠിക്കുന്നൊരു പെൺകുട്ടിയെ പ്രണയിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ആ വീട് പരിശോധിച്ച് നോക്കുമ്പോൾ കണ്ട കാഴ്ച എന്താണെന്ന് നിങ്ങൾ? ഒരു കട്ടിലിനോട് ഉടുതുണിയില്ലാതെ കെട്ടിയിട്ടിരിക്കുന്നു ഈ പെൺകുട്ടിയെ. പരിപൂർണമായും പിച്ചി ചീന്തിയ പെൺകുട്ടിയുടെ അരികത്ത് 5.5 ഗ്രാം MDMA എന്ന് പറയുന്ന മാരകമായ ലഹരി ഉണ്ടായിരുന്നു. ഈ ചക്കനെ കിട്ടിയില്ല. ചക്കൻ പോലീസിനെ കണ്ടപ്പോൾ ഓടിക്കളഞ്ഞു. എന്തൊരു നല്ല ചക്കനാ നോക്ക്. പെൺകുട്ടീനെ ഒറ്റ കെട്ടിട്ട് അന്തം വിട്ടന് ഓടിക്കഴിഞ്ഞു. അത്രക്കുണ്ട് പ്രണയം ഇവിടുത്തെ. പക്ഷേ കുണ്ടുതോടിലുള്ള നിവാസികളൊന്നും ആ വാർത്ത വിശ്വസിച്ചില്ല. എന്താ വിശ്വസിക്കാതിരുന്നത്? ആ കുട്ടിയുടെ അച്ഛനുണ്ടല്ലോ, ആ ആൺകുട്ടിയുടെ അച്ഛൻ ആ നാട്ടിലുള്ള ഏറ്റവും മഹാനായ മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആനുകൂല്യങ്ങൾ പറ്റാത്ത, അദ്ദേഹത്തിൻ്റെ കൈകൾ കൊണ്ട് സഹായം കിട്ടാത്ത ഒരു മനുഷ്യനും കുണ്ടുതോട് മണ്ണിലുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അയാളുടെ മകനെയും ആ നാട് കണ്ടത് ദൈവത്തെ പോലെയായിരുന്നു. പക്ഷേ നഗ്നനേത്രങ്ങൾ കൊണ്ട് ഇത് കണ്ടപ്പോഴാണ്, ഈ ഭീകരത കണ്ടപ്പോഴാണ് നമ്മളെ ഈ ചങ്ങായിൻ്റെ മകനും ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് കുണ്ടുതോട് വിലപിച്ചത്. എനിക്ക് ഈ കൂടത്തിൽ താഴെ ജുമാ മസ്ജിദിലുള്ള മനുഷ്യന്മാരോട് പറയാനുള്ളത്, ബാപ്പ എത്ര മഹാനായ മനുഷ്യനായാലും, സ്വന്തം തറവാട് എത്ര മഹാനായ ഒരു തറവാടായാലും, മഹത്തായ തറവാടായാലും, കുട്ടിയെ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ കുട്ടീൻ്റെ പാട്ടിന് പോകും. എന്നിട്ടും നിങ്ങൾക്ക് ടെൻഷനൊന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ലഹരി ഉണ്ടോ? ഇല്ല.
എന്നാൽ രണ്ടാമത്തെ കണക്കുകൾ കേട്ടാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നിങ്ങളെ പേടിപ്പിച്ചിട്ടേ ഞാൻ പോകുന്നുള്ളൂ എന്തായാലും. പക്ഷെ നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും പേടിക്കുന്നില്ല. 5 വയസ്സുള്ള കുട്ടി പിച്ച് ചീന്തി നേരം ഇതെന്ത്, മറ്റോ മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ എന്ത്. പക്ഷെ അടുത്ത കഥ ഉണ്ടല്ലോ, നിങ്ങൾ വീട് സുരക്ഷിതമാണെന്ന് കരുതുന്നുണ്ടല്ലോ. 2022 ഡിസംബർ 31 കേരള ഗവൺമെൻറ്റിൻ്റെ കണക്ക് പ്രകാരം കേരളത്തിൽ വിറ്റ മദ്യത്തിൻ്റെ കണക്ക് മാത്രം കേട്ടാൽ മതി നിങ്ങൾ ഞെട്ടാൻ. മാഹിയിലുള്ളിയും ചൊക്കളിലുള്ളിയും കൂട്ടിയില്ല. ഞാൻ കേരളത്തിലെ കണക്ക് മാത്രമേ കൂട്ടിയിട്ടുള്ളൂ. മാഹിയും കൂടി കൂട്ടിയിട്ടില്ലേ എല്ലാവരും കൂടി ബോധം കെട്ടാ വയറ് പൊട്ടി മരിച്ചു. കേരളത്തിലെ മദ്യത്തിൻ്റെ കണക്ക് പ്രകാരം കേരളത്തിൽ വിറ്റ മദ്യത്തെ കേരളത്തിലെ ജനസംഖ്യ കൊണ്ട് അരിച്ചു. ജനസംഖ്യ എന്ന് പറഞ്ഞാൽ ഇപ്പം ജനിച്ച മനുഷ്യൻ മുതൽ ഇപ്പം മരിക്കാൻ പോകുന്ന മനുഷ്യൻ വരെ, അങ്ങനെയല്ലേ ജനസംഖ്യ? ഇവരും നിങ്ങളും എല്ലാം ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ, ഉണ്ടാവില്ലേ? അവിടെ വിറ്റ മദ്യത്തിനെ ഈ ജനസംഖ്യ കൊണ്ട് അരിച്ചപ്പോൾ ഇവിടുത്തെ ഒരു മനുഷ്യൻ, ഒരു പൗരൻ കുടിച്ച മദ്യത്തിൻ്റെ അളവ് കിട്ടി. എത്രയാണെന്ന് അറിയോ നിങ്ങൾ കുടിക്കുക? ഇല്ല. അല്ലടോ മോനെ, ഇനി കുടിക്കുക? ഇതുവരെ കുടിച്ചിട്ടില്ല? ഇല്ല. നിങ്ങളോ? വെരി ഗുഡ്. തങ്കപ്പെട്ട നാടാട്ടോ ഇത്. പക്ഷെ കണക്ക് തെറ്റി. കേരള ഗവൺമെൻറ് പറയുന്നത് എന്താ അറിയോ? കേരളത്തിൻ്റെ മണ്ണിൽ ഒരു മനുഷ്യൻ 8.7 ലിറ്റർ മദ്യം കുടിക്കുന്നുണ്ടോലും. എത്ര? 8.7. അതായത് നിങ്ങൾ 8.7 കുടിക്കുന്നുണ്ട്, നിങ്ങൾ കുടിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ ചങ്ങായി കുടിക്കണം 17.4. ഇവനും 17.4 കുടിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കുടിക്കണം ബാക്കി 28 സംതിങ്. നിങ്ങൾ 3 ആളും കുടിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അധ്യക്ഷൻ കുടിക്കണം. ഇതെല്ലാം മൂപ്പറും കുടിക്കുന്നില്ല എന്നാ പറഞ്ഞെങ്കിൽ പണ്ടാരം ഞാൻ കുടിക്കണം. ഇത് മൊത്തം ആരോ കുടിക്കുന്നുണ്ട്. ആരായിരിക്കും കുടിക്കുന്നുണ്ടാവുക? ഈ ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു. ആരാണ് നിങ്ങളെ വീട്ടിൽ കുടിക്കുന്നത്? കാരണം വീട്ടിലാണല്ലോ കുടിക്കുന്നത്. നിങ്ങളെ വീടെടുക്ക്, ആരാ കുടിക്കുന്നത് നോക്കി നോക്ക്. നിങ്ങൾ കുടിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് വേറെ ആരും കുടിക്കുന്നുണ്ടാ? ആലോചിക്ക്. നിങ്ങളിങ്ങനെ ആലോചിക്കുന്ന ആരാന്നറിയോ? ബാപ്പ, ഉപ്പാപ്പ, കാരണോർ. ഈ രീതിയിലല്ലേ നിങ്ങളിപ്പം ചിന്തിച്ചത്? തെറ്റി. നിങ്ങൾ ആ രീതിയിലല്ല ചിന്തിക്കണം. അല്ല, പണ്ട് കേരളത്തിൻ്റെ മണ്ണിൽ 2022 ഡിസംബർ 31 കണക്ക് പ്രകാരം കേരളത്തിൻ്റെ മണ്ണിൽ ലഹരി വസ്തു ഉപയോഗിക്കുന്ന മനുഷ്യൻ്റെ പ്രായം 12 വയസ്സാണ് പോലും. എത്ര? ഒന്ന് പറഞ്ഞോ നല്ല. എത്ര വയസ്സാ? 12. എനിക്കെത്ര വയസ്സായടാ ചങ്ങായി? എടാ ഇഞ്ഞേടിയാ നോക്കുന്നത്. എനിക്കെത്ര വയസ്സായി? ആയി 10 കറക്റ്റാട്ടാ. ഈ ചങ്ങായി എന്തെല്ലോ കുടിക്കുന്നുണ്ടോലും ഇല്ലേ? ഗവൺമെൻറ് പറയുന്നത് അങ്ങനെയാ. ഇപ്പം കുടിക്കുന്നില്ല. ആയി, ഏകദേശമായി, നിങ്ങൾക്കെല്ലാം ആയി. പക്ഷേ ഈ ഞാനൊരു ചോദ്യം, ഇൻ്റെ വാരം കൊണ്ട് അവിടെ വാപ്പേറ്റണ്ടാ? വാപ്പയോ ഉമ്മേറ്റം വന്നിക്ക അവിടെ? ഇല്ല. യെസ്, എന്താണ്ടാ? യെസ്. ഞാൻ ഈ കുട്ടീനോട് ലഹരി വസ്തു ഉപയോഗിച്ചു എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും തോന്നിയില്ല? നിങ്ങൾക്ക് തോന്നിയ സാധനം ഞാൻ പറയട്ടെ. ഈ ആളുകളുടെ മുമ്പിൽ നിന്ന് ഞപ്പാട് ചോദിക്കുക. എനിക്ക് ഒരു അഭിമാനം, എൻ്റെ കുടുംബത്തിനൊരു അഭിമാനമില്ല. ഇനി കണ്ടില്ല അവൻ കുടിക്കുന്നേ. കാണാത്ത സംഗതി ഇനി മയക്കെ കൂടി മനസ്സിലായില്ലേ? എന്നിട്ട് അവർ ഇനി സ്റ്റേജിൽ വന്ന് ഇറങ്ങി എനിക്ക് ഞാൻ കാണിച്ചു തരാം, ബാക്കി നമ്മൾ കാടെന്ന് പറയാമെന്നൊക്കെ നിങ്ങളെ മനസ്സിൽ തോന്നിയില്ല? ഇപ്പോൾ തോന്നിക്കില്ല? ഇനി എൻ്റെ മോനെ നോക്കിയാൽ മതിയെന്നും കൂടി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? പക്ഷെ അത് പണ്ട് ചിന്തിക്കേണ്ട കാര്യമാണ്. ഈ മണ്ണിൽ നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റൂല. ഇപ്പോൾ ഞാൻ മനഃപൂർവ്വം ചോദിച്ച ചോദ്യമാണ് ഇത്. ഈ കുട്ടി ലഹരി വസ്തു ഉപയോഗിക്കുന്നുണ്ടോയെന്ന് ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങളെ മനസ്സിൽ എന്നെ കൊല്ലാനുള്ള, എന്നെ അടിച്ചു തകർക്കാനുള്ള മനസ്സല്ല നിങ്ങളെ മനസ്സിൽ ഇപ്പം ഉണ്ടാവേണ്ടത്. കേരളത്തിൻ്റെ മണ്ണിൽ 12 വയസ്സുള്ള കുട്ടി ലഹരി വസ്തു ഉപയോഗിക്കുന്നുണ്ട് എന്ന അടിസ്ഥാന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കുട്ടി, ആരെങ്കിലും ടീച്ചറോ നാട്ടുകാരോ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ കുട്ടിയെക്കുറിച്ച് അങ്ങനെ ഒരു ചർച്ച വന്നിട്ടുണ്ട് എങ്കിൽ ആ കുട്ടി ആ ലോകത്തേക്ക് പിച്ച വെച്ച് നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കപ്പെടുമ്പോഴാണ്, അവൻ അതിൽ നിന്ന് നിയന്ത്രിക്കാൻ കഴിയുമ്പോഴാണ് നിങ്ങൾ നല്ലൊരു ബാപ്പയാവുന്നത്. അല്ലാണ്ട് ഞാൻ പറയുമ്പോൾ തന്നെ എൻ്റെ കാലം കൈ തച്ച് മുറിച്ചാൽ എൻ്റെ നാവും കൂടി അങ്ങ് പോകും, പിന്നെ ഇത് പറയലും ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇന്ന് മുതൽ ടീച്ചർ മക്കളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ അയാളെ കൊല്ലുവാനൊന്നും നിൽക്കേണ്ട. ഇന്നത്തെ സവിശേഷ സാഹചര്യത്തിൽ അവൻ ആ ലോകത്തേക്ക് പോകുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. എല്ലാ ഉമ്മമാരും നിതാന്ത ജാഗ്രതയോടുകൂടിയിരിക്കണം. പഴയ കാലമല്ല ഇക്കാലം, അതുകൊണ്ട് സൂക്ഷിക്കണം. നിങ്ങൾ സൂക്ഷിച്ചോളല്ലോ. അപ്പോൾ എത്രയാണ് നമ്മളെ വയസ്സ്? 12 വയസ്സ്.
ഞാൻ കട്ടിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് ജനുവരി 1-ാം തീയതി ഒരു ക്ലാസ് എടുക്കാൻ പോയിരുന്നു, റിഹാബിലിറ്റേഷൻ സെൻറ്ററിൽ, മദ്യവിമുക്തി കേന്ദ്രത്തിൽ. അവിടെ നോക്കുമ്പോൾ 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന 4 കുട്ടികളാ സ്വന്തം ചികിത്സയ്ക്ക് വേണ്ടി വന്നത്. എനിക്ക് കള്ളുകുടിയിൽ നിന്ന് മോചനം കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് 4ഓളം 9-ാം ക്ലാസ്സിലെ കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ സമൂഹം അങ്ങനെയാണ് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ഇന്ന് മുതൽ വളരെ സൂക്ഷിക്കണം. അതിന് ഈ കുട്ടികളെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമ്മൾ ഇത്രയും മാത്രം ഇത്ര ആൾ വന്നില്ലേ, നമ്മൾ ഈ ക്ലാസ് കേൾക്കേണ്ടിയിരുന്ന കുറച്ച് വിഭാഗം ഉണ്ടായിരുന്നില്ലേ? ആരാത്? നമ്മൾ യുവാക്കൾ. അതെന്താ കുറച്ച് യുവാക്കൾ മാത്രം വന്നിട്ട് ബാക്കിയെല്ലാവരോട് പോയി? ഒരു മഹലിലല്ലേ? എന്തുകൊണ്ടാണ് അവരിങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഈ കസേലമിൽ വന്നിരിക്കാത്തത്? ആരാണ് അതിന് ഉത്തരവാദി? ഞാനൊരിക്കലും ആ കുട്ടികളെ ചീത്ത പറയില്ല. കാരണം ഐറ്റികൾ തങ്കപ്പെട്ടതാണ്. ഐറ്റികൾ ഇങ്ങനെ ആയിപ്പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പരിപൂർണ ഉത്തരവാദിത്വം ബാപ്പയും ഉമ്മയും ഏറ്റെടുക്കണം. നിങ്ങളെ കുട്ടികൾ ഇങ്ങനെ ഈ സദസ്സിൽ, അത് ഏത് പൊട്ടൻ്റെ ക്ലാസ് ആയാലും ഏത് മഹാനായ മനുഷ്യൻ്റെ ക്ലാസ് ആയാലും, ജീവിതത്തിൽ പൊട്ടത്തരവും നല്ലതെല്ലാം കേൾക്കണോ, എന്നാൽ മാത്രം ജീവിതം മുന്നോട്ട് പോകും. നിങ്ങൾ വിചാരിക്കുന്ന പോലെ മാത്രം കേൾക്കണം എന്ന് വിചാരിച്ചാൽ ജീവിതം മുന്നോട്ട് പോവില്ല. അവരെ ഈ സദസ്സിൽ ഇരിപ്പിക്കാൻ കഴിയാത്തത് നമ്മുടെ പരാജയമാണ്. അതെന്തുകൊണ്ടാണ് പരാജയം എന്നറിയോ? അവിടെയാണ് ശരിക്കും ലഹരിക്കെതിരെ എല്ലാം ഇവിടെ ക്ലാസ് എടുക്കേണ്ടത്. മക്കളെ എങ്ങനെ പോറ്റണം എന്നുള്ളതാണ് വിഷയം. നിങ്ങൾക്ക് മക്കളെ പോറ്റെന്ന് അറിയാമോ? ഏടാ, നമ്മളെങ്ങനെയാണ് മക്കളെ പോറ്റിയെ? ഗൾഫിൽ നിന്ന് കണ്ട കുറേ സാധനം, സീരിയലിൽ കണ്ട കുറേ സാധനം, സിനിമയെ കണ്ട കുറേ സാധനം, ആ പീഡിയെ കണ്ട കുറേ സാധനം എല്ലാം കൂടി മിക്സാക്കിയിട്ട് നമ്മളെ മക്കളങ്ങ് അണിയിപ്പിക്കുക. ഇതാണ് നമ്മളെ മക്കൾ. അതുകൊണ്ട് ഇന്ന് മുതൽ മക്കളെ എങ്ങനെ പോറ്റണമെന്ന് നിങ്ങൾ പഠിച്ചോളി. ഈ മക്കളില്ലേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ മക്കളല്ലേ ഈ നാളെ തൂങ്ങി മരിക്കേണ്ട മക്കൾ? ഈ ചങ്ങയല്ലേ മറ്റേ പെണ്ണിനെ പ്രണയത്തിൻ്റെ പേരിൽ കത്തിക്കൊണ്ട് കുത്തേണ്ടുന്ന കുട്ടി? ഈ ചെക്കൻ തന്നെയല്ലേ ഒളിച്ചോടേണ്ടത്? നിങ്ങളെപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാ? അങ്ങനെ ഒരു ചിന്ത നിങ്ങൾക്ക് വന്നിക്കേയില്ല. ഇവനല്ലേ ഒളിച്ചോടുന്ന് ആലോചിച്ച് നോക്കടോ, ചിരിച്ച് മരിച്ചോന്നില്ല നിങ്ങൾക്ക് ഇല്ലേ? ഇവൻ ഏതെങ്കിലും പെണ്ണിനെയും കൂട്ടി വരുന്ന ആലോചിച്ച് നോക്ക്. അവിടെയാ വിഷയം. നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നില്ല, ഞാൻ അങ്ങനെയേ ചിന്തിക്കുന്നുള്ളൂ. കാരണം ഈ നാട്ടിൽ നടക്കുന്ന എന്ത് സംഗതി എൻ്റെ അവിടെ വരുമോ എന്നുള്ളൊരു പേടിയുണ്ട്. 1-2 ഉദാഹരണം പറയാം. ഈ നാട്ടിൽ നിങ്ങൾ കണ്ണു തുറന്ന് നോക്ക്, ഒളിച്ചോട്ടം പോയിത്തിന് ശരിയാണോ തെറ്റാണോ? ആരല്ലേ ഏലോടിയാ ഓടുകയെന്നൊന്നും പറഞ്ഞുകൂടാ. അപ്പോൾ ഇവർ വിചാരിക്കും നിങ്ങളെന്തിനാ എന്നെ നോക്കി പറയുന്നത്, ഞാനടിയും പൈസ തോടുവേ ഓർല്ല, ശരിയല്ലേ? നിങ്ങൾക്ക് എന്നോട് അങ്ങനെ തോന്നിക്കില്ലേ? എനിക്ക് നിങ്ങൾ ഈ സംശയമാണ്. കാരണം എന്താ അറിയുക, വടകരയിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച ഒളിച്ചോടിയ അമ്മേൻ്റെ പ്രായത്തിലെയാ 83 വയസ്സുള്ള അമ്മേനെയും കൂട്ടിയിട്ടാണ് ചങ്ങായി പോയത്. കൂട്ടിക്കൊണ്ടുപോയ ചങ്ങായിൻ്റെ പ്രായത്തിലാണെന്നറിയോ? 87. 2 പിടിച്ചു കൂട്ടിക്കൊണ്ടുവന്ന് ഇടുന്നതെന്നറിയോ? പറശ്ശിനിക്കടവെന്ന് പയര് തിന്ന് 2 ആടുന്നാണ് പിടിച്ച് കൂട്ടിക്കൊണ്ടുവന്നത്. പാവം സങ്കടം വന്നു കേട്ടാ. കാമുകനും കാമുകനും തിന്നോ ഇങ്ങനെ പയര്. പോലീസ് യു ആർ അണ്ടർ അറസ്റ്റ് എന്ന് പറഞ്ഞ് വണ്ടിയിലിട്ടപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പം ചിരിയല്ലേ നിങ്ങൾക്ക് വന്നത്? പക്ഷെ എനിക്ക് ചിരി വന്നില്ല. ഞാൻ കോടതിയിൽ ഹാജരാക്കി ഇവരൊക്കെ വീട്ടിലേക്ക് കൊണ്ടുവിട്ടിട്ട് എൻ്റെ വീട്ടിലെത്തിയപ്പോൾ ഇല്ലേ എനിക്ക് സങ്കടം. ഞാൻ നോക്കുമ്പോൾ അടുക്കളയിൽ എൻ്റെ അമ്മക്ക് വയസ്സ് 92. സത്യം കേട്ടോ, കേട്ടില്ല നിങ്ങൾ? ഞാൻ നല്ലൊരു സത്യം പറഞ്ഞപ്പോഴാണ് വാങ്ങ് കൊടുത്തത്. നമ്മളങ്ങനെ പറയില്ലേ, നിമിത്താന്ന്. അപ്പം പിടി ആരെല്ലാം ഓടുക സാധ്യത ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. എന്തായാലും ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ എൻ്റെ അടുക്കളയിൽ എൻ്റെ 92 വയസ്സുള്ള അമ്മ കുത്തിരിക്കുന്നു. ഞാൻ അമ്മേനെ നോക്കുമ്പോൾ ഒളിച്ചോടുന്ന പോലെ തന്നെ തോന്നുന്നു. അമ്മ ഫോൺ കൊണ്ട് എന്തെല്ലോ ഇങ്ങനെ എന്നെ കണ്ടപ്പോൾ ഒരു ഒളിക്കലും പിടിക്കലും. അതുകൊണ്ട് ഈ നാട്ടിലൊരു 87 വയസ്സുകാരൻ ഓടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലുള്ള അമ്മയും ഓടുമെന്നുള്ള നല്ല പേടി എനിക്കുണ്ട്. ആ പേടി നിങ്ങൾക്കില്ലാതെ പോയി. അതാണ് നമ്മുടെ വിഷയം. 1-ാം ക്ലാസ്സിലെ കുട്ടി സ്കൂൾ വിട്ട് വരുമ്പോൾ കൈപിടിച്ചിട്ട് 1-ാം ക്ലാസ്സിലെ കുട്ടിയുടെ കൂടെ ഒരു UKG-യിലെ പെണ്ണുണ്ടായിരുന്നു. നിങ്ങളറിയോ അത്? നിങ്ങളുടെ നാട്ടിൽ എവിടെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ബാപ്പയും ഉമ്മയും ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, വൈകുന്നേരം ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോളിംഗ് ബെല്ല് കേട്ടപ്പോൾ ഉമ്മ ചെന്ന് നോക്കുമ്പോൾ 1-ാം ക്ലാസ്സിലെ ചെക്കൻ ഒരു പെണ്ണിനെയും കൂട്ടി വന്നിന്. ഇവൻ ഉമ്മയോട് പറഞ്ഞ് കൈപിടിച്ചങ്ങ് കയറ്റിക്കൊന്നു. ഉമ്മ ചോദിച്ചു ഇതാരാന്ന് ചോദിച്ചപ്പം പറഞ്ഞു ഞാൻ കെട്ടിയ പെണ്ണാന്ന്. ഉമ്മയും ബാപ്പയും തലചുറ്റി വീണ്. ഈ ചെക്കൻ അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് ഈ പെണ്ണിനെയും കൂട്ടി ഉള്ളിലേക്ക് അങ്ങ് പോയിട്ട് ചായയും ബിസ്ക്കറ്റും തിന്ന്. ബാപ്പക്ക് പേടിച്ച് ബാപ്പ അടുക്കളപ്പാകത്ത് കൂടി ഓടി പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിട്ട് പറഞ്ഞു എൻ്റെ മോൻ ഒരു പെണ്ണിനെയും കൂട്ടി വന്നിട്ടുണ്ട്. SI അയിലും ഗൗരവത്തിൽ ചോദിച്ചു കുട്ടിക്ക് എത്ര വയസ്സുണ്ട്? ഈ ബാപ്പ പറഞ്ഞു
6 വയസ്സ്. ടപ്പാന്ന് പറഞ്ഞാൽ SI കസേരയും വന്ന് ഉരുണ്ട് താഴെ വീണ്. എന്തുകൊണ്ട് SI താഴെ വീണെന്നറിയോ? SIൻ്റെ മോന് 6 വയസ്സാണ്. ആ വീണെടുത്ത് നിന്ന് SI വീട്ടിലേക്ക് വിളിച്ചു ചോദിച്ചു, എല്ലാ ഭാര്യയെ ചെക്കൻ വന്നിനാ? ആ കൂടെ ആരും ഇല്ലാലോ എന്നൊരു ചോദ്യമാണ് SI ചോദിച്ചത്. കാരണം SIക്കും സ്വന്തം മോനെ പേടിയുണ്ട്, നിങ്ങൾക്ക് മാത്രമേ പേടിയില്ലാണ്ടുള്ളൂ. എനിക്കതിൽ ഏറ്റവും സങ്കടം വന്നെന്നറിയോ? ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പെണ്ണിൻ്റെ വീട്ടുകാർ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ഒരു മോളെ കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പോലീസ് ഈ അച്ഛൻ്റെ പറച്ചിൽ പ്രകാരം നമ്മൾ പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, വീട്ടിലുണ്ട് കുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു. കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് 2 വീട്ടിലേക്ക് വിട്ടു. പിറ്റേന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞു. ആ കുട്ടിയോട് സംസാരിക്കാനുള്ള ഭാഗ്യം കിട്ടുക എനക്ക്. ഞാൻ ഈ 1ാം ക്ലാസ്സിലെ UKGയിലെ പെണ്ണോട് ചോദിച്ചു, അല്ല പെണ്ണെ ഇനി കേടുന്ന് കിട്ടിയടാ ഈ ചെക്കനാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞെന്നറിയോ? പോലീസേ, ഈ ചെക്കൻ ചോദിച്ചത് എന്നോട് I love you എന്ന്. ഇപ്പോൾ ഞാൻ പോയതാണ്. ചെക്കനോട് ചോദിച്ചു ഏടുന്ന് കിട്ടിയടാ ഈ പെണ്ണിനാന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി പറഞ്ഞ മറുപടി വളരെ പ്രസക്തമാണ്. എൻ്റെ ഹൃദയത്തിലൊരു കത്തി കൊണ്ട് കുത്തുന്ന പോലെയാണ് ഫീൽ ചെയ്തത്. ആ ചെക്കൻ പറഞ്ഞതെന്നാ അറിയോ? പോലീസേ, ഈ ഒരു ഒളിച്ചോട്ടത്തിന് കാരണം ആരാന്ന് പോലീസ് അറിയോ? എൻ്റെ ബാപ്പയാണ്. എല്ലാം ചെയ്തിട്ട് ഇപ്പം ബാപ്പയൊന്നും എൻ്റെ കൂടെ ഇല്ല പോലീസേ. ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് എൻ്റെ ബാപ്പ? അംഗനവാടി പോകുമ്പേ എൻ്റെ ബാപ്പയ്ക്കും ഗേൾ ഫ്രണ്ട് ഇല്ല, എനിക്ക് ഗേൾ ഫ്രണ്ട് ആയിക്കില്ല. അങ്ങനെ UKG LKG പഠിക്കുന്ന ചെക്കൻ ഗേൾ ഫ്രണ്ട് ഇല്ലേ എന്ന് ചോദിച്ചപ്പോൾ ചെക്കൻ വിചാരിച്ചു എന്തോ ഒരു മോശം കേസായത്. അന്നേ ഞാൻ നോക്കി നടക്കുന്ന ചെക്കൻ പറഞ്ഞത്. LKG പഠിച്ചപ്പോൾ ചെക്കന് കിട്ടിയില്ല, പാവോ. UKGന്ന് തീരെ കിട്ടിയില്ല. 1ാം ക്ലാസ്സിലെത്തിയിട്ടും കിട്ടാതായപ്പോൾ ആകെ നാറ്റക്കേസായിട്ട് ഇങ്ങനെ ജീവിക്കുമ്പോൾ ഒരു ദിവസം ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഈ പെണ്ണ് ഒറ്റക്ക് വരുമ്പോൾ ഈ പെൺകുട്ടിയോട് ഈ ചെക്കൻ പറഞ്ഞു I love you. ഓള് പറഞ്ഞു love you too. അങ്ങനെ തന്നെ കൈയും പിടിച്ചിങ്ങ് പോന്നാ പോലും. ഈ സംഭവങ്ങൾ തമാശയായി കാണുന്നുണ്ട് എങ്കിലും ആ കുട്ടിയുടെ മനസ്സിലുണ്ടാക്കിയ പോറലുണ്ടല്ലോ, അത് ഭീകര പോറല്ല. തമാശക്ക് വേണ്ടി പോലും മക്കളോട് ഒരു കാരണവശാലും ഇത്തരം വൃത്തികെട്ട വർത്താനം പറയരുത് എന്നാ. അവിടെയാണ് വിഷയം. അതുപോട്ടെ, അത് വിട്ടേക്ക്. അത് ഞാൻ പറഞ്ഞ കളവാണെന്ന് വിചാരിച്ചോ? നിങ്ങളെ നാട്ടിലുണ്ടല്ലോ കഴിഞ്ഞ ആഴ്ച നടന്നേക്ക് ഫെബ്രുവരി 21-ാം തീയതി ആയിട്ടൊരു പരിപാടി സംഭവം നടന്ന നിങ്ങളറിയോ? നിങ്ങളറിയില്ലല്ലോ. ഈ പരിസരത്തുള്ളൊരു സ്കൂളിൽ 1ാം ക്ലാസ്സിലെയും LKGയിലെയും UKGയിലെയും കുട്ടികൾ കൂടിയിട്ട് കണ്ണൂരുള്ളൊരു അമ്യൂസ്മെൻറ്റ് പാർക്കിലേക്ക് ടൂർ പോയി. അങ്ങനെ വെള്ളത്തിലും ഊഞ്ഞാലിലും തൊട്ടിലൊക്കെ കുഞ്ഞുങ്ങൾ ആടിത്തുമത്ത് കളിച്ചപ്പോൾ ഉച്ചക്കൊരു 2 മണിയായപ്പോൾ സെക്യൂരിറ്റി ഇങ്ങനെ നോക്കുമ്പോൾ ഒരു പെൺകുട്ടീനെ 3-4 ആൺകുട്ടികൾ കൂടി വെള്ളത്തിൽ മുക്കിപ്പിടിച്ചിന്. കുട്ടി ശ്വാസം കിട്ടാതെ ഗിളുകിളുകിളുകിളെന്ന് പറഞ്ഞിങ്ങനെ പടക്കുമ്പോൾ ഈ സെക്യൂരിറ്റി ഓടി വന്ന കുട്ടീനെ രക്ഷിച്ചെടുത്തു. വെള്ളത്തിൽ നിന്ന് കരക്ക് കയറ്റി വയറമർത്തി വെള്ളമൊക്കെ പുറത്താക്കി ശ്വാസമൊക്കെ കൊടുത്ത് ഈ കുട്ടീനെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഈ പെൺകുട്ടി ചോദിച്ചു, ഈ ആൺകുട്ടിയോട് ഈ സെക്യൂരിറ്റി ഓടി വന്നിട്ട് ചോദിച്ചു, അല്ല ഞങ്ങളെ പായരക്കളിയായത്? വെള്ളത്തോടെ ഞങ്ങളെ പായാനും വെള്ളത്തിൽ നിന്ന് ഞങ്ങളെ പായരക്കളി? ഈ കുട്ടിയേറ്റം മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നീ എന്ത് കണ്ടു എന്ന് ഈ ആൺകുട്ടികളോട് സെക്യൂരിറ്റി ചോദിച്ചപ്പോൾ ഈ 4 ആൺകുട്ടികളും സെക്യൂരിറ്റിയുടെ കണ്ണിലേക്ക് നോക്കി പറഞ്ഞ വർത്താനം എന്താ അറിയോ? സെക്യൂരിറ്റി, പായാരത്തിന് വേണ്ടിയല്ല ഞാൻ മുക്കിപ്പിടിച്ചത്, ഞങ്ങൾ ഈ പെൺകുട്ടിയെ കൊല്ലാൻ വേണ്ടി തന്നെയാണ് മുക്കിപ്പിടിച്ചതെന്ന്. സെക്യൂരിറ്റി അന്തം വിട്ടുപോയി. സെക്യൂരിറ്റി ഒന്നും കൂടി ശ്വാസം എടുത്തിട്ട് മക്കളോട് ചോദിച്ചല്ല, മക്കളെ നിങ്ങൾ എന്തിനാ ഇതിനെ മുക്കിക്കൊല്ലാൻ ശ്രമിച്ചത്? ആ 4 ആൺകുട്ടികളിൽ ഒരു ആൺകുട്ടി മാറി നിന്നിട്ട് മറ്റേ 3 ആൺകുട്ടി പറഞ്ഞു, സെക്യൂരിറ്റി അത് ഞങ്ങളുടെ ബോസാണ്. 1ാം ക്ലാസ്സിൽ ബോസ്. ഈ 3 ശിങ്കിടി. എന്താ ബോസ് ചെയ്തതെന്ന് വെച്ചപ്പോൾ ഈ ശിങ്കിടികൾ പറഞ്ഞു, 2 മാസം മുമ്പേ ഈ ഞങ്ങളുടെ ബോസിന് ആ പെണ്ണിനെ കണ്ടപ്പോൾ ഒരു മുഹബത്ത് വന്ന്. ശിങ്കിടികൾ പറഞ്ഞു, ഇഞ്ഞി പോയിട്ട് പറ I love you എന്ന്. അങ്ങനെ അന്തം വിട്ട ബോസ് പോയിട്ട് ഈ പെൺകുട്ടിയോട് പറഞ്ഞു I love you ഡി എന്ന് പറഞ്ഞു. ഇത് കേട്ടതും UKGയിലെ പെണ്ണ് പറഞ്ഞു, പോടാ പട്ടി എന്ന് പറഞ്ഞു. നമ്മളെ ബോസ് ആകെ തകർന്നുപോയി. അങ്ങനെ ബോസും ശിങ്കിടിയും കൂടി വൈകുന്നേരം മീറ്റിംഗ് കൂടി പോലും. ആ കുട്ടികൾ പറഞ്ഞു, അന്ന് വൈകിട്ടത്തെ യോഗത്തിൽ ഞങ്ങൾ തീരുമാനിച്ചത് ആ സെക്യൂരിറ്റി ആ പെൺകുട്ടീനെ സ്കെച്ച് ഇടാൻ. വാക്ക് മറന്നോണ്ട, സ്കെച്ച് ഇടാൻ. എന്താ ഈ സ്കെച്ച് നിങ്ങൾക്ക് മനസ്സിലായ?
കണ്ണൂരാരോട് ഞാൻ സ്കെച്ച് പറയണ്ടല്ലോ. എൻ്റെ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ ചോദിച്ചു ഏത് സ്കെച്ച്, ചുവപ്പാണോ പച്ചയാണോ എന്ന്. അമ്മക്കതാ സ്കെച്ചാനോട്. നിങ്ങൾ പറയുന്ന സ്കെച്ച് ഏതാ? കണ്ടില്ലേ, കൊലപാതകം കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു എന്ന് പറഞ്ഞ കേട്ടിക്കല്ലേ ഈ കുട്ടികൾ. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും തിരിഞ്ഞില്ല, ഐറ്റേക്ക് ഇതെല്ലാം തിരിഞ്ഞിന്. നിങ്ങൾക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടായാ? എനിക്ക് സങ്കടം ഉണ്ടായി. 1-ാം ക്ലാസ്സിലെ കുട്ടിയെ സ്കെച്ചിടാൻ UKG-നെ കൊല്ലാൻ 1-ാം ക്ലാസ്സുകാരൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, 1-ാം ക്ലാസ്സിൽ നിന്ന് കുട്ടിക്ക് പ്രണയം മുട്ടിയിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഇളയമോൻ പഠിക്കുന്ന 3-ാം ക്ലാസ്സിലല്ലേ, അന്തം വിട്ടവനും പ്രണയം ഉണ്ടാവില്ലേ? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചാ? ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഓടിപ്പോയി. എൻ്റെ വരുത്തേണ്ട അടുത്ത് ഭാര്യ പറഞ്ഞു എന്തോ കൊണ്ടുവരുന്നുണ്ട്. ഞാൻ പറഞ്ഞു അതല്ല പ്രശ്നം. ഞാൻ എൻ്റെ 3-ാം ക്ലാസ്സിലെ ചെക്കനെ ഇങ്ങോട്ട് വിളിച്ചു. ഇങ്ങോട്ട് വാടാ. അവൻ ചോദിച്ചു ഇങ്ങനെയല്ലേ പിള്ളേർ പറയാം. ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വാങ്ങി, എനിക്ക് പ്രണയമുണ്ടോ? ഞാൻ എൻ്റെ ചെക്കനോട് ചോദിച്ചപ്പോൾ അവൻ എന്നെ അന്തം വിട്ടിങ്ങനെ നോക്കി. ഞാൻ വിചാരിച്ചില്ല അച്ഛാ, അച്ഛൻ്റെ മോനല്ലേ ഞാൻ, എനക്കങ്ങനെ ഉണ്ടാവുമോ എന്നെല്ലാം ചോദിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. നിങ്ങളെന്താ വിചാരിച്ചത്? നിങ്ങളെ മക്കളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ അത് തന്നെയാണ് വിചാരിച്ചത്. എൻ്റെ മോനില്ല എന്നെ 1 മിനിറ്റ് ഇങ്ങനെ മുഴിച്ചു നോക്കിയിട്ട് അവൻ എന്നോട് പറഞ്ഞ വർത്താനം എന്താ അറിയാം? ശ്രമിക്കുന്നുണ്ട്. രാമുവിനായി, രാജുവിനായി, മുഹമ്മദിന് 3ആയി. മനസ്സിലായില്ലേ? അതിൽ ഏറ്റവും രസം രാജുവിനാച്ച, ഓൻ എല്ലാവരുടെയും ഓരോന്നായി. അങ്ങനെ ആയി ബിന്ദുവിനായി, ഷൈനിക്കായി, സകല മനുഷ്യന്മാർക്കും ആയി പോലും. എൻ്റെ മോൻ ശ്രമിക്കുന്നുണ്ട് പോലും, പറ്റ കിട്ടിയിട്ടില്ല എന്ന്. ഞാൻ ആകെ ഞെട്ടിപ്പോയി. നമ്മളെ മക്കളെക്കുറിച്ച് എൻ്റെ സങ്കല്പങ്ങളെല്ലാം തെറ്റിപ്പോയി. നിങ്ങൾ ഇതുവരെ അങ്ങനെ ഒരു സംഗതി ചർച്ച ചെയ്തോ? അതുകൊണ്ട് സൂക്ഷിച്ചോ. ഈ നാട്ടിൽ നടക്കുന്ന കഥകളൊന്നും വെറും കഥയല്ല, യാഥാർത്ഥ്യമാണെന്ന് ബോധ്യമാകുന്ന നിമിഷങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ട് സൂക്ഷിക്കണം. അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങളെ മക്കൾ സുരക്ഷിതരാണ്. എന്തുകൊണ്ടാണ് എനിക്ക് സങ്കടമായതെന്ന് അറിയോ? ഞാൻ എൻ്റെ മക്കൾ അങ്ങനെ പോറ്റുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നിട്ടും ആ കുട്ടികൾക്ക് എന്നേക്കാൾ ഇഷ്ടം UKG-യിലെ പെണ്ണിനോടാണ് എങ്കിൽ പിന്നെ എനിക്ക് എന്തോ ഒരു മിസ്റ്റേക്ക് എൻ്റെ ജീവിതത്തിൽ ഇല്ലേ എന്ന് ഞാൻ ചിന്തിക്കുന്നു. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളെ വിട്ട് നിങ്ങളെ ഭാര്യ ഉപേക്ഷിച്ച് പോകുമ്പോൾ നിങ്ങൾക്കില്ലാത്ത എന്തോ ഒരു സംഗതി മറ്റവനിൽ നിന്ന് കിട്ടിയത് കൊണ്ടായിരിക്കില്ല നിങ്ങളെ ഭാര്യ ഒളിച്ചോടി പോകുന്നുണ്ടാവുക. ആ സാധനം എന്താ നിങ്ങൾ പരിശോധിക്കപ്പെടണ്ടേ? അതുകൊണ്ട് നമുക്ക് സമൂഹത്തിൽ നമ്മളെ കുടുംബത്തിനെ പിടിച്ചു നിൽപ്പിക്കണം. എനിക്ക് വാശിയുണ്ട്. എൻ്റെ മകൾ ഈ നാട്ടിലെ 227ാമതായി ക്രൂരമായി പീഡിപ്പിക്കപ്പെടരുത് എന്നുള്ള വാശി എനിക്കുണ്ട്. എൻ്റെ 92 വയസ്സുള്ള അമ്മ ഇവിടെ നിന്ന് ഒളിച്ചോടിപ്പോകരുത് എന്നുള്ള വാശി എനിക്കുണ്ട്. എൻ്റെ ഭാര്യ എൻ്റെ കൂടെ തന്നെ ജീവിക്കണമെന്നുള്ള വല്ലാത്തൊരു വാശി എനിക്കുണ്ടെങ്കിൽ മാത്രമേ എൻ്റെ ജീവിതം ധന്യമാവൂ, എൻ്റെ കുടുംബം നിലനിൽക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്കും വാശി ഉണ്ടാവണം. അതിന് വാശി ഉണ്ടാവില്ല. നിങ്ങൾക്ക് നിങ്ങളെ ഭാര്യനെല്ലാം ഇട്ടാ, നിങ്ങൾക്ക് ഭർത്താവിനെല്ലാം ഇഷ്ടാ, വെറുതെ വിടറെന്നോട്. എനിക്ക് അറിഞ്ഞൂടെ, ഞാൻ എൻ്റെ ഭാര്യനൊക്കെ കണ്ണെടുത്താ കണ്ടുകൂടാ. നിങ്ങൾക്കോ? ഞാനും ഭാര്യയും തമ്മിൽ ഏറ്റവും അർമാദിച്ച നിമിഷം എപ്പോൾ നിങ്ങളിപ്പോൾ അർമാദിച്ചേ? ഈ കല്യാണം നിശ്ചയിച്ചിട്ട് കല്യാണം കഴിക്കുന്നവരുള്ളൊരു സമയമില്ലേ? നിങ്ങൾക്കില്ലേ അങ്ങനെ? എന്തോ ഒരു സുഖാന്ന് ആ ഫോണുമ്മ കൂടി നമ്മളെന്തെല്ലാം പറഞ്ഞത്. ഞാൻ ഇപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്കില്ലേ എന്തെല്ലാം ഒരു കുളിര് പോയിരുന്നു. ഓൾ എന്നോട് പറഞ്ഞ കേൾക്കണ്ടേ, ഉമ്മക്ക് പറക്കണം. ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ. ഉമ്മക്ക് കറങ്ങണം. ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ. ഞാൻ നിങ്ങളെ കറക്കും. ഞാൻ വിചാരിച്ച് പറപ്പിക്കുന്നതായിരുന്നു. നോക്കുമ്പോൾ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നല്ലോണം കറക്കുന്നുണ്ടോ നമ്മളെ. അതുകൊണ്ട് സൂക്ഷിക്കണം. കല്യാണം കഴിഞ്ഞപ്പോൾ എന്താ ഇങ്ങനെ ആയിപ്പോയത്? നമ്മൾ പറയുന്ന സംഭവങ്ങളൊന്നും യാഥാർത്ഥ്യബോധമുള്ളതായിരുന്നില്ല. സ്വപ്നലോകത്ത് നമ്മൾ സംസാരിച്ചത്. ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. 2-3 കൊല്ലം കൊണ്ട് മനസ്സിലായി കേട്ടാ. 2 കുട്ടികളെല്ലാം ഉണ്ടായിടത്താണ് അത് അങ്ങതി മനസ്സിലായത്. ഒരു കറക്കവും ഇവിടെ ഇല്ല. രാവിലെ ആ മോള് ഒരു ഉര തന്നെ, കഴുത്ത് തന്നെ, ചെക്കന് വയറ്റുന്ന തന്നെ, പെണ്ണിൻ്റെ ഫീസ് എന്നെല്ലാം പറയാൻ പറ്റില്ല, ചവിട്ടിക്കൊല്ലുമെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് എങ്ങനെയാ? ഇതെല്ലാവർക്കും ഉള്ള സംഗതിയാണ്. അതുകൊണ്ട് നമ്മളെ കുടുംബം കോഞ്ഞാട്ടായി പോകരുത്. അതെല്ലാവരും ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? നമ്മളെ വീട്ടിലെ മക്കളെയും കുട്ടികളെയും നമുക്ക് സുരക്ഷിതമായിട്ട് നമ്മളോട് ഒന്നിപ്പിക്കണം. അതിന് കേരളത്തിലുള്ള കണക്കുകൾ അതും നല്ലതല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ലഹരി ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. നമ്മളെ വിഷയം പിന്നെ ഈ യുവാക്കൾ എന്തുകൊണ്ടാണ് അവിടെ വരാത്തതെന്ന് നമ്മൾ ചോദിച്ചിരുന്നല്ലേ? അതിന് വളരെ സിമ്പിളായിട്ടുള്ള എന്താ സംഭവം എന്നറിയോ? ഈ മക്കൾക്ക് 3 പ്രത്യേകതയുണ്ട്. ഈ മക്കളുടെ പ്രത്യേകത എന്താണെന്നറിയോ? 3 വയസ്സ് മുതൽ നമ്മളെ മക്കളുടെ തലച്ചോറ് പരിപൂർണമായും വളരുന്നുണ്ട് പോലും. 3 വയസ്സുള്ള തലച്ചോറ്
6 വയസ്സാകുമ്പോഴേക്കും 94% തലച്ചോറും കൃത്യമായി വളരുന്നുണ്ട് പോലും. ആ സമയത്ത് നിങ്ങളുടെ മക്കളുടെ തലച്ചോറിനോട് നിങ്ങൾ എന്താണോ പറഞ്ഞു കൊടുക്കുന്നത് അതാണ് കുട്ടിയുടെ സ്വഭാവം, അതാണ് കുട്ടിയുടെ രീതി, അതാണ് കുട്ടിയുടെ സംസ്കാരം. പറഞ്ഞ മനസ്സിലായില്ലേ? മുസ്ലിം മതത്തിൻ്റെ പ്രത്യേകത എന്താ? 3 വയസ്സ് മുതൽ 4 വയസ്സ് മുതലുള്ള സമയത്ത് മദ്രസയിലേക്ക് പഠനം ആരംഭിക്കുന്നു. കൃത്യമായൊരു മതബോധം കുട്ടിയുടെ തലച്ചോറിലേക്ക് കുത്തിവെച്ചു കൊടുക്കാൻ നമുക്ക് കഴിയുന്നു. ശരിയാണോ? പ്രാർത്ഥിക്കണം, മതത്തിന് ചട്ടക്കൂടുണ്ട്, വെള്ളിയാഴ്ചയിൽ പള്ളിയിൽ പോകണം, 5 പ്രാവശ്യം നിസ്കരിക്കണം. ഇതൊക്കെ ഈ ചൊട്ടയിൽ തന്നെ ശീലിപ്പിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ യഥാർത്ഥ ദീനിബോധമുള്ള മുസ്ലിമായി മാറിയത്. ശരിയാണോ തെറ്റാണോ? 20 വയസ്സിൽ ഞങ്ങൾ മദ്രസയിൽ പോയിട്ട് പള്ളീനെ കുറിച്ച് പഠിക്കുന്നതെങ്കിൽ എത്ര ആൾ പള്ളിയിൽ പോവും? ആരെങ്കിലും പോവോ? ഇല്ല. അതേപോലെ ഈ മക്കളുടെ തലച്ചോറിലേക്ക് ശീലങ്ങളും ശീലക്കേടുകളും നന്മകളും നമ്മൾ പറഞ്ഞു കൊടുക്കണമായിരുന്നു. 3 വയസ്സുള്ള കുട്ടീനെ നിങ്ങൾ കൈപിടിച്ച് ഈ മദ്രസയുടെ പരിസരത്തേക്ക് ഇങ്ങനെയുള്ള പരിപാടികളിൽ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ഈ കുട്ടികളെ കൂടെ കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിൽ ഈ കുട്ടിക്കൊരു സംസ്കാരമുണ്ടാകുമായിരുന്നു. ബാപ്പയുടെ കൈപിടിച്ച് പള്ളിയിൽ പോകുന്ന സംസ്കാരം, ഉമ്മയുടെ കൈപിടിച്ച് കല്യാണത്തിന് പോകുന്ന സംസ്കാരം. അങ്ങനെ ബാപ്പയുടെയും ഉമ്മയുടെയും കൈപിടിച്ച് ഈ താളത്തിൽ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ 80 വയസ്സായാലും ഈ സദസ്സിൽ പരിപാടി നടക്കുമ്പോൾ നിങ്ങളെ മക്കൾക്ക് നിങ്ങളെ കൈപിടിച്ച് വരാനേ പറ്റൂ. ആ ഒരു ശീലം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കാത്തത് കൊണ്ട് ആ കുട്ടികളെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റില്ല. അതിനാരെയാണ് കുറ്റം പറയേണ്ടത്? ആ അന്തം വിട്ട് മാറിപ്പോയ കുട്ടീനോടാണ് കുറ്റം പറയേണ്ടത്. അവരെ ചേർത്ത് പിടിക്കാൻ കഴിയാത്ത ബാപ്പയും ഉമ്മയുമാണ് നമ്മൾ കുറ്റം പറയേണ്ടത്. അതുകൊണ്ട് ഈ കുട്ടികളെ നമുക്ക് സംരക്ഷിക്കണം. എവിടെ പോകുമ്പോഴും ഈ കുട്ടികളെ കൈപിടിക്കണം. നിങ്ങൾ ഒന്നിച്ച് ഒറ്റക്കെട്ടായി എല്ലായിടത്തും നടന്ന് ശീലിക്കുന്ന ഒരു കുട്ടിയും ഒരു ബാപ്പക്കും നഷ്ടപ്പെട്ടിട്ടില്ല. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പോൾ എവിടെയാ വിഷയം? ഇതാണ് വിഷയം.